ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളതെന്ന് വെച്ചാൽ എവിടെയാണെന്നറിയോ? UAE ഷാർജ എമിറേറ്റിലാണ്. ഈ സ്ഥലം കണ്ടാൽ പറയുന്നത് ഷാർജ ആണെന്ന് പറയില്ല. ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ഉണ്ട്, അൽമസർ എന്ന് പറഞ്ഞിട്ട്. ആരുടെ ഡെവലപ്പേഴ്സാണ്. ഡെവലപ്പേഴ്സിൻ്റെ അൽമസർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റാണ്. ഇത് നോക്കി, മരുഭൂമിയാണ് ഇവരിങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഫുൾ പച്ചപ്പ്. ഒരു പുഴ, ഒരു റെഡിമെയ്ഡ് പുഴയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും, ചെറിയൊരു തോട് പോലെ. അപ്പം ഇതൊക്കെയാണ് UAE ഓരോ ഡെവലപ്പേഴ്സ് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ആൾക്കാർ, ഇൻവെസ്റ്റേഴ്സിനെ, ഇവിടെ താമസിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവർ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഒരുക്കി. എന്താല്ലേ, നാട് പോലെ തന്നെ അല്ലേ? കിളി കളകളാരവം, കിളികളുടെ ശബ്ദം, ഫുള്ള് വൈബാ. എനിക്കൊന്ന് ഇതടക്കം വെള്ളം നിറയ്ക്കാനുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഇങ്ങനെ പോവുകയാണ് ഫുട്പാത്ത്. ഇങ്ങനെ അങ്ങോട്ട് കുറേ ഉണ്ട്, ഇങ്ങോട്ട് കുറേ ഉണ്ട്. സത്യം പറഞ്ഞതൊരു എന്താ പറയുക, പീസ്ഫുള്ളായിട്ട് ലീവ് ചെയ്യാൻ പറ്റിയ, ക്യാഷ് ഉണ്ടാ സെറ്റായിട്ട് നിൽക്കുക. കാശില്ലേ, കാശുള്ളവർക്ക് താമസിക്കാമെന്നല്ല, പിന്നെ ഇവർ അതന്നെയാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ റിച്ച് പീപ്പിളും. ഇവിടുത്തെ കാലാവസ്ഥ, UAE കാലാവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ട, വിൻ്റർ ടൈം ആയി കഴിഞ്ഞാൽ അധികം വലിയ ചൂടൊന്നുമില്ല. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഡെവലപ്മെൻറ്റും. ഇപ്പം നാട്ടിലൊക്കെ ആളുകൾ അവിടെയും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇത്ര എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിലത്തേനേക്കാളും ഇതൊക്കെ കണ്ടാൽ തോന്നും ഇത് റെഡിമെയ്ഡാണ്, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ് നല്ലത്, ഇത് ഇവിടെ തന്നെ വളർന്നു വന്നതന്നല്ല തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ, അവിടെ ഒരു ചെറിയൊരു തോട് പോലെ ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതിൽ കൂടി ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ ഒരുപാട് പേര് ഇവിടെ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഇപ്പോൾ UAE തന്നെ ഇപ്പോൾ എത്ര ഡെവലപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കേരളത്തിലുള്ള ശോഭ റിയാലിറ്റി, അവരത് ഇതിലും സെറ്റപ്പാണ്. ഇപ്പോൾ MR ആണെങ്കിലും ശോഭയാണെങ്കിലും ഡമാക്ക് ഉണ്ട്. പിന്നെ ഇത് അരഡ എന്ന് പറഞ്ഞതിൻ്റെ അൽമസാർ എന്ന് പറഞ്ഞ ഒരു പ്രൊജക്റ്റ്, ഒരുപാട് ഡാന്യൂബ്, അങ്ങനെ കുറേ. ഇവരെന്ന് വെച്ചാൽ ഈ മരുഭൂമി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പച്ചപ്പാക്കേണ്ട ഇട. അപ്പം ഇത് വാങ്ങാൻ ആൾക്കാരുണ്ട്, അത്രയും ഇത് വാങ്ങിയിട്ടിട്ട് ഇവിടെ ലീവ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഇത് റെൻ്റ് ഔട്ട് കൊടുക്കാൻ ആൾക്കാരുണ്ട്, അങ്ങനെ കുറേ. ഇത് നോക്കുക, ആലുമരം, നാട്ടിലത്തെ ടൈപ്പ് ഓഫ് ആലുമരം, എല്ലാ മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതന്നെ ആൽമരം, എല്ലാ മരങ്ങളും ഫുൾ പച്ചപ്പ്, ഒരു വൈബാണ്. എന്നുവെച്ചാൽ ഇപ്പം നാട് മിസ് ചെയ്യുന്നവർക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യട്ടാ. ഇതൊരു ചെറിയ, എനിക്ക് തോന്നുന്നു ഇതൊരു ഗ്രൗണ്ട് പോലെ ആക്കാനുള്ള സിറ്റിംഗ് ഏരിയ അല്ലാന്ന് തോന്നുന്നു. കണ്ടെയ്നർ കൊണ്ട് വാഷ്റൂം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാട്ടിൻ്റെ ഉള്ളിൽ, ഫുൾ സെറ്റപ്പാ. റൈഡ് വിത്ത് അസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് എന്തോ സൈക്ലിംഗ് എല്ലാം പോകാൻ പറ്റിയ ഷോപ്പുണ്ട് കേട്ടോ അവിടെ. ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈക്കിള് റെൻ്റ് എടുത്തിട്ട് ഓടിക്കാൻ പറ്റിയൊരു സ്ഥലം തോന്നുന്നത് കണ്ടിട്ട്. ഇതാണ് സൈക്കിൾ. ഒരു കഫേ ഉണ്ട് ഇവിടെ, എല്ലാം ഒരു എന്താ പറയുക, യൂറോപ്യൻ സ്റ്റൈലിലാണ്, കണ്ടില്ല? അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലെല്ലാം താമസിക്കാൻ ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഇതന്നെ, ഈ തിരക്ക് പിടിച്ച ജീവിതം. അപ്പോൾ ഇതൊന്ന് റിലാക്സ് ചെയ്യാൻ ഫാമിലി ആയിട്ട്
ഇതുപോലുള്ള ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യന്മാരുണ്ടാക്കി വെച്ച ഇതിൽ തന്നെ വന്ന് താമസിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖം. മരുഭൂമിയിലെല്ലാം ഇങ്ങനെ ക്ലൈമറ്റാണ് ഏറ്റവും. ചൂടുകാലത്ത് ഒരു രക്ഷയില്ല കേട്ടോ, പക്ഷേ തണുപ്പ് കാലത്ത് സൂപ്പറാണ്. ഇത് കണ്ടില്ല. അപ്പോൾ അവർ എത്രയോ ഏക്കറിൽ ഉണ്ടാക്കി വെച്ച വില്ലകളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബഗ്ഗിയിൽ നമ്മൾ അവിടെ കൊണ്ടുപോയി കാണിച്ചു തരാൻ കൊണ്ടുപോവുകയാണ്. അപ്പോൾ കുറച്ച് ഉള്ളിലേക്ക് പോകണം. അപ്പോൾ അവർ അവിടെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഫുൾ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഷാർജ ആണെന്ന് കണ്ടാൽ തോന്നില്ല, അങ്ങനത്തെ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ അവിടെ കുറേ വില്ലകൾ അവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലിപ്പോൾ 1 BHK 2 BHK മുതൽ തുടങ്ങി 6 BHK ഉണ്ട് എന്നാണ് പറയുന്നത്. വലിയ വില്ലകളാണ്. അപ്പോൾ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി വരാം, ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ കൂടുതലും നല്ല വില ഉണ്ടാവും എന്തായാലും. എല്ലാ സൗകര്യങ്ങളോടുകൂടി എന്താണെന്ന് വെച്ചാൽ സ്വിമ്മിംഗ് പൂളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അത്യാവശ്യം സ്പേസും സ്ഥലം തന്നെ അത്യാവശ്യം വലുതാണ് ആ വീടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത്രയും സ്പേസ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. എന്താണെങ്കിലും റൂമാണെങ്കിലും വാഷ്റൂമാണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഹാളാണെങ്കിലും. അപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാവർക്കും ഇപ്പം ഇത് കണ്ടപ്പോൾ എനിക്കും ഇങ്ങനൊരു വില്ലെടുത്തിട്ട് നല്ല പീസായിട്ട് വന്നിട്ട് നമ്മൾക്ക് ആഗ്രഹങ്ങളുണ്ടാവുമല്ലോ. വലിയ വാഷ്റൂം, എല്ലാത്തിലും സ്റ്റോറേജും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് അത്രയും വലിപ്പമുണ്ട്. ലിഫ്റ്റ് അടക്കം ഉണ്ട് ഈ വില്ലൻ്റെ ഉള്ളിൽ. അപ്പോൾ കാശുണ്ടെങ്കിൽ ഇങ്ങനൊരു വില്ലെല്ലാം എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും ഭാവിയിൽ ഇങ്ങനെ ഒരു വില്ലെടുക്കണം. ഇങ്ങനത്തെ ഒരു വില്ലെല്ലാം വാങ്ങി നല്ല പ്രായമാകുമ്പോൾ എല്ലാം ഇവിടെ വന്നിങ്ങനെ ജീവിക്കണം.